ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മധ്യപ്രദേശിൽ പിപ്പാരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തെ അവിടെയുള്ളൊരു പമ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര കയറും. അപ്പോൾ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് ചില കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും കൂടി പറയുന്നത്. നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് അഡ്മിഷൻ എടുക്കേണ്ട സമയം ഏറെക്കുറെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സ്കൂളേ ഉള്ളൂ, വേറെ സ്കൂളൊന്നും ഇല്ലേന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വണ്ടിയുണ്ട്, അതിന് കയറ്റി വിടാന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ്. അപ്പൊ ഞാൻ വീട്ടിലില്ലാന്നുണ്ടെങ്കിലും വീട്ടിലെ ചേട്ടനും അമ്മയ്ക്കോ പപ്പയ്ക്കോ ആർക്കെങ്കിലും കൊച്ചിനെ വണ്ടിയിൽ കയറ്റി വിടാൻ പറ്റും. ദൂരം കൂടുതലൊക്കെ ആവുമ്പോ വേറെ വണ്ടി വെച്ച് കൊച്ചിനെ ഞങ്ങളുടെ അമ്പലവേൽ ടൗണിൽ കൊണ്ടുപോയി അവിടുന്ന് വേണം കയറ്റി വിടാനായിട്ട്. അത് പോസിബിൾ ആയിട്ടുള്ള കൊച്ചിനാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ അഡ്മിഷൻ ഫുൾ ആവണ്ടല്ലോ. അതെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അതിന് ഗ്ലാസ് നമ്മുടെ അലമ്പാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ടൊന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യണേ. അലമ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി അലമ്പ്. ഇടിണ്ടായിരുന്നോ? വിക്കറ്റ് തിന്നാണ് കൊച്ചു രാവിലെ തന്നെ. കഴിച്ചോ കൊച്ചു കഴിച്ചോട്ടോ. ഇതിലെ ക്രീം ഉണ്ടായിരുന്നു, അത് തീർന്നു കേട്ടോ കൊച്ചു പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ക്ലീനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പമ്പിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. നേരെ കാണുന്നത് ഫോറസ്റ്റ് ആണ്. ഇന്നലെ രാത്രി നമ്മൾ കാണിച്ച ഫോറസ്റ്റ് ഇത് കണ്ടോ? ഈ ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതുണ്ടോ, ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അങ്ങനെയല്ല, ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഈ റോട്ടിലേക്ക് മൃഗങ്ങൾ കയറാതിരിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഇങ്ങനെ മരങ്ങൾ ഹൈറ്റിൽ കാണുള്ളൂ, സാധാരണ അങ്ങനെ കാണൂല. സാധാരണ ഞങ്ങൾ അപ്പുറത്തേക്ക് ഒന്നും കണ്ടിട്ട് പോലില്ല കേട്ടോ. നമ്മൾ ഇപ്പൊ കാണുന്നത് കുറഞ്ഞ ഭാഗമാണ്, മറ്റേത് കുറച്ചും കൂടെ കുറേ ഭാഗത്തോളം ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഫ്ലൈ ഓവറിലാണ് ഇത് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ മൃഗങ്ങൾക്ക് ഒരു ശല്യവും ഇല്ല, അടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാ നടക്കാം, ആരും ഒന്നും ചോദിക്കുകയല്ല, ഒന്നും നോക്കാൻ. നമുക്ക് ശരിക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ മുത്തങ്ങയിൽ എന്തുകൊണ്ട് ഇത് പരീക്ഷിച്ചുകൂടാന്നുള്ളതാണ് കേട്ടോ. അതായത് മുത്തങ്ങ കാട്ടില് ലോറിക്കാരൊക്കെ ആണെങ്കിലും 9 മണി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ കയറാൻ സമ്മതിക്കൂല. പക്ഷേ ആ കാട്ടി കിടക്കണം രാവിലെ വരെ. ഒരു 10 മിനിറ്റിന് വേണ്ടിയാണ് ഒരു ദിവസം നിൽക്കുന്നത്, ഒരു നൈറ്റ് മൊത്തം ആ പമ്പിൽ അല്ല കൊടും കാടിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളുമായിട്ട് വരുന്നവരെയാണ് അവിടെ അങ്ങനെ പിടിച്ചിരുന്നത്. അതിൽ കൂടുതലും അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഒട്ടും സെക്യൂരിറ്റി ഇല്ല. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിന്റെ RTOയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബോർഡർ എത്തി. ഇനിയിപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറാൻ പോവാണ്. മഹാരാഷ്ട്രയിലേക്ക് കയറുമ്പോൾ മിക്കവാറും സാധനങ്ങളൊക്കെ നോക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സാധാരണ അങ്ങനെയാണ്, ലോറികൾ അതിലേ വരിക. കണ്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്യും, നമ്മൾ അവിടെ നിന്ന് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോവാം. ഇത് മൈലാഞ്ചിയാണോ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത്? യെസ് ആണല്ലേ. വാവ്, കുഞ്ഞാറ്റ മൈലാഞ്ചിന്റെ ആളാണ്. വേണം ഇപ്പൊ നിർത്തിക്കോളാൻ പറയും. എന്നിട്ട് ഇത് പിന്നെ അരച്ചിട്ട് ഞാൻ എങ്ങനെ കയ്യിലിട്ട് വരും? എങ്ങനെ അരക്കും? വായിലിട്ട് ചവച്ചിട്ട് അരക്കേണ്ടി വരും. ഓ, ഇതിപ്പോ എടുത്തു വെക്കാനാ? അത്രയും റിസ്ക് വേണ്ടടാ. കണ്ട, എങ്കിലും നമ്മൾ ഫോറസ്റ്റ് തീരുന്നേ. അത് മൈലാഞ്ചി അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് മൈലാഞ്ചി അല്ല ഏട്ടേ, അത് വേറൊരു ചെടിയാണ്. അല്ല, അത് മൈലാഞ്ചി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുരങ്ങന്മാര്, ഇവർക്ക് പിന്നെ ഈ അതിലൊന്നും ഒന്നും കാര്യമില്ല. ഇപ്പൊ കണ്ടോ, ഇത് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് ആക്കിട്ടോ. കാരണം ഇത് മരത്തിന്റെ മേളുഭാഗം മാത്രമാണ്, അതിന്റെ താഴേക്ക് നല്ല താഴ്ചയിലുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, കുറച്ചും കൂടെ ഹൈറ്റിൽ ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് എന്ന്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ താഴെയായിട്ടാണ് വരുന്നത്, പിന്നെ പൊക്കത്തേക്കായിട്ട് ഒന്നുമില്ല. അപ്പൊ ഇവിടെ 2 സംസ്ഥാനം തമ്മിൽ കേറുന്നുണ്ട്. ഈ കാട് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര കയറും. എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. രാത്രി യാത്ര നിരോധനം ഇല്ല. ബട്ട് വൈ ഇത് വയനാട് എന്തോന്ന് ഇവിടെ ട്രോളാൻ വേണ്ടി ഒരു തിരിപ്പുണ്ടേ. അപ്പൊ നമ്മൾ അങ്ങനെ നായ്ഗോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. അതായത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കും. കേട്ടോ, ടൈഗർ വരാൻ സാധ്യതയുണ്ടെന്ന്. ആയിക്കോട്ടെ. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പോകുന്നത് NH44 കൂടിയാണ്. ഈ NH44 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ ആണ്.
അതാണ് മെയിൻ പ്രത്യേകത. നമ്മുടെ ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ പോകുന്ന ഏക നാഷണൽ ഹൈവേ ആണ്. ഒറ്റ റൂട്ടാണ്. നമ്മൾ അവിടെ നിന്ന് കയറി കന്യാകുമാരിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ശ്രീനഗർ വരെ ഒറ്റ വഴിയാണ്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും, അത് കാര്യമാക്കണ്ട. അത് NH തന്നെയാണല്ലോ തിരിയുന്നത്. അതെ അതെ. കുറേ NHകൾ കൂടുന്നതാണ് ഈ NH 44. അതുമല്ല 4112 കിലോമീറ്റർ ആണ് മൊത്തം വരുന്നത്. 4000. അത്രയും വലിയൊരു വഴി. അത് ഓരോ വഴികളെ ടച്ച് ചെയ്താണ് ഈ NH 44 ഉണ്ടാക്കിയേക്കുന്നത്. ഓരോ NHകളെ ടച്ച് ചെയ്തിട്ട്. പക്ഷെ എന്നാലും അത്രയും വലിയൊരു വഴി എന്ന് പറയുമ്പോലെ. അതെ, കാരണം അതിലാണ് ഈ കാട് വരുന്നത്. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വഴി. ഇങ്ങോട്ട് മൃഗങ്ങളൊന്നും കേറുന്നില്ല. ചിലപ്പം ഇതിന് താഴെ വില്ലേജുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാണ്. റോഡുകളിലേക്ക് ഇറങ്ങി അതുങ്ങൾക്ക് ചിലപ്പോ ഇങ്ങനെ വണ്ടി ഇടിച്ച് മരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളങ്ങനെ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാവിലത്തെ ചായ കുടിക്കാവേ. ഇവിടെ ഒരാൾ പറയുന്നത് കേട്ടോ, എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്ക് വല്ല ബിങ്കോയോ കൊക്കക്കോളയൊക്കെ മതിയെന്ന് തന്നെ വാങ്ങിത്തരാടി. ഇവിടെ എന്താ ഒരു ബേക്കറി കട അങ്ങനെ ഇരിക്കണ പോലെ. നംകിൻസ് ആണല്ലേ മൊത്തം. ഇതൊക്കെ മധുരമുള്ള സാധനങ്ങളാ. അതേപോലെ അത് മസാല ബോണ്ട. എന്തേലും പറ. ഇവിടെ ഒരാൾക്ക് മുട്ടായി മതി. ഇത് ഇവിടെ ഇരിക്കാം. അപ്പൊ നമ്മുടെ പൂരി സബ്ജി വന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ചിക്കൻ കറി പോലെ ഇരിക്കുന്നത് ആണോ? കളർ മാത്രമുള്ള ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഇല്ലല്ലേ? എന്നാ കുഴപ്പമില്ല. ഈ വെള്ളം കുടിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ പുറമേ നിന്ന് വെള്ളത്തിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് ഫുഡ് പോയിസൺ അടിക്കുക. എല്ലാവരും വിചാരിക്കും ഭക്ഷണത്തിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഭക്ഷണത്തിൽ നിന്നല്ല, ഇവിടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് പ്രശ്നം പണി കിട്ടുകയില്ല കേട്ടോ. പക്ഷെ വെള്ളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വണ്ടി കയറിട്ടോ. അത്ര സന്തോഷമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡിനെ പറ്റി വലിയ ഘോരം പ്രസംഗിക്കാതിരുന്നത്. ഇന്ന് നമുക്ക് ഉച്ചക്കേ ഉണ്ടാക്കി കഴിക്കാം. ഇത് നമ്മൾ വെറുതെ കാശും കൊടുത്ത് കടിക്കുന്ന പട്ടീനെ വാങ്ങിയെന്ന് പറഞ്ഞ അവസ്ഥയാവോ? ഈ വണ്ടിക്ക് ബേക്കിൽ ഗ്ലാസ് ഇല്ലല്ലോ. അതൊക്കെ ഇടിച്ച് പറ്റി വെച്ചിട്ടാണ് ചേട്ടന്മാര് വന്ന് അവിടെ ഫുഡ് കഴിക്കുന്നതെന്ന് തോന്നുന്നത്. എന്നിട്ട് ഗ്ലാസ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് അവര് ചായ പിടിക്കാൻ പോയിക്കാ. കൊള്ളാം. ഒന്നും പേടിക്കാനില്ലല്ലോ. വേറെ ആരോ ബേക്കി കൊണ്ട് ഇടിച്ചതാട്ടെ. അത് വണ്ടി ഇടിച്ചതാണല്ലേ. ഫ്രണ്ട് ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ഇവിടെ പോവാ. ഇവിടെ ശരിക്കും വേണമെങ്കിലുണ്ടല്ലോ, ഇവിടെ ഒരു സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈഗർ സഫാരിയാ? ടൈഗർ റിസർവ് ആണ്. ടൈഗറിനെ ഇങ്ങനെ എല്ലായിടത്തും കാണിക്കുന്നത്. ഇത് ടൈഗർ റിസർവ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കയറി ടൈഗർ റിസർവിൽ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളെ ടൈഗറിനെ ഇങ്ങനെ നമുക്ക് പോയി കാണേണ്ട കാര്യമൊന്നും ഇല്ല. അതെ, വയനാട്ടുകാർക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇതുണ്ട്, ആ ഗ്യാപ്പിൽ കൂടി നോക്കിയേ, കണ്ടോ മരം. താത്തി വന്നിരുന്നെങ്കിൽ സംഭവം പോയി കിട്ടി. എന്താറിയോ, ഇവിടെയൊക്കെ വണ്ടി നിർത്തിയാലേ ചിലപ്പോ പോലീസ് വരും. ഇത്രയും വലിയ മരത്തിന്റെ മേളുഭാഗം മാത്രമല്ലേ കാണുന്നുള്ളൂ. അതെ, അവിടെ ലോറിക്കാര് തമ്മിൽ മത്സരം. ഇതൊക്കെ റോട്ടിൽ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടെന്നറിയോ? അടി കാണാം, മത്സരങ്ങൾ കാണാം. ഞങ്ങളെല്ലാം ഒന്നും കാണിക്കാത്ത ലോറിയും തമ്മിൽ മത്സരം. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് കാണാം. അത് ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ അതിനുള്ളിലേക്ക്. ഇവിടെ ചായക്കടയും കാര്യങ്ങളൊക്കെ പക്ഷെ ഉണ്ട് അല്ലേ? ഇഷ്ടം പോലെ. അങ്ങനെ നമ്മള് അടുത്ത സംസ്ഥാനം കേറിട്ടോ, മഹാരാഷ്ട്ര കേറി, മധ്യപ്രദേശ് നമ്മൾ ഇറങ്ങി അല്ലെ. അതിന് പെട്ടെന്നൊരു വ്യത്യാസം മനസ്സിലായി. ഇത് നടുക്ക് കൂടി മറ്റേ ബോഗൺവില്ലിന്റെ കുഞ്ഞു ചെടികള്. അത് കുഞ്ഞു ചെടികളൊന്നല്ല, അത് വെട്ടിയൊക്കെ ലെവൽ ചെയ്ത് നിർത്തിയിട്ട് മുളച്ച് വന്നേക്കുന്ന പൂ ഉണ്ടായേക്കുന്നതാ. അങ്ങനെയുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. എന്തായാലും അതാ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയാൻ കാരണം അവിടെ ബോർഡർ വരെ ഇത് എങ്ങനെയല്ലായിരുന്നു. കുനുകുനുകുനാന്നല്ലേ കുഞ്ഞ് വെട്ടി നിർത്തിയനേ. ചെറുതായിട്ട് കിളുത്ത് വന്നപ്പോ തന്നെ ഫ്ലവർ ആയതാണ്. ഇതുകൊണ്ട് മാറിയതുണ്ടോ? ഇപ്പൊ മാറിയതുണ്ടോ? ഫുള്ള് തേക്കാട്ടോ. വെട്ടിക്കൊണ്ടേ വിറ്റാലാട്ടെ വെക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഫോറസ്റ്റില് തേക്ക്. ഇവിടെ മൊത്തം തേക്കാണല്ലേ. കടുവേന്റെ ഒക്കെ കടി കൊണ്ടായി. കടിയും കൊള്ളാമെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോ ഇച്ചിരി തെറ്റിപ്പോയി. സാരില്ല. ഇതെന്താട്ടെ? ഇതാണ്. ഇത് മറ്റേ അലുമിനിയം ഷീറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല മിഷ്യനാന്ന് തോന്നുന്നു. മിഷ്യൻ അല്ല. അപ്പൊ ഇത് ഇപ്പഴത്തേക്ക് എന്താ? ഏത്? രണ്ട് അലുമിനിയം ഷീറ്റാന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ മിഷ്യനാണ്. എന്തായാലും അത് കൊണ്ടുപോകുന്നവർക്ക് അറിയാം. എന്തോ വലിയ വണ്ടിയാലേ. ഇവിടെയൊക്കെ ഫോറസ്റ്റ് തന്നെയാട്ടെ. എന്തായാലും എനിക്ക് വേറൊരു കാര്യം അറിയാം. നാഗ്പൂരിനൊരു 66 കിലോമീറ്ററും കൂടി ഉള്ളൂ. നാഗ്പൂർ എത്തൂലേ? 66 ഉണ്ടോ ഇനി? 66ന്റെ ചോടെ. എല്ലാരും പറയുന്നു ചേട്ടാ ഇപ്പൊ കുറച്ച് ഓവർ സ്പീഡാണെന്ന്. ഇല്ല,
ഒരു 80-85 ഇല്ല 70 കിലോമീറ്റർ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ എപ്പോഴും അത് പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ. ആഹാ ഇപ്പൊ ആ സ്പീഡ് കൂടുതലാന്നുള്ള പ്രശ്നം അങ്ങ് തീർന്നിട്ടില്ലേ. ഈ ചേട്ടന് ഇനി ഈ സൈഡിൽ കൂടി മറ്റേ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ സ്പീഡിന്റെ കാര്യം തീരുമാനമാവും. ഭാഗ്യം സാധാരണ അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. എന്തല്ലേ ഇത് 2 ലോറികൾ ഒരുമിച്ച് പോകുന്ന കാരണം എന്താ പറയാ കാര്യം ഹൈവേയും കാര്യങ്ങളൊക്കെയാണ്. ചില ഇടങ്ങളിൽ രാത്രി യാത്ര സേഫ് അല്ല. കാരണം ഇതിലെ പോയിട്ടുള്ളവർ പറഞ്ഞേക്കുന്ന കുഴപ്പമൊന്നും ഇല്ലെന്നാണ്. എന്നാലും ഈ വണ്ടിക്കാർ പോകുമ്പോഴേ ചിലവരിങ്ങനെ പറയാം അത് പ്രശ്നമാണെന്ന്. മഹാരാഷ്ട്ര കയറിയതോടെ ആ വഴീന്റെ അസുഖം അങ്ങോട്ട് പോയി കിട്ടിയില്ലേ. അതെ ഫുള്ള് പണിയാണ് കേട്ടോ. സൈഡിലൊക്കെ പണി, ഫുള്ള് തിരക്കും. സ്പീഡ് ട്രാക്കിൽ കൂടെ മാത്രം പോകുന്ന കുറെ ലോറിക്കാരും. അതാണ് വേറൊരു ഗുണം. ലോറിക്കാരെ മൊത്തത്തിൽ കുറ്റം പറയാന്ന് പറയരുത്. ഇവിടെയുള്ള ലോറിക്കാരെ മൊത്തത്തിൽ തന്നെ ഞാൻ പറയുന്നുള്ളൂ. അതെ, വണ്ടി ഓടിക്കുന്നവർക്ക് അതിന്റെ ഇത് അറിയുള്ളൂ, ബുദ്ധിമുട്ട് അറിയുന്നുള്ളൂ. ഇവര് സ്പീഡ് ട്രാക്കിൽ കൂടെയാണ് ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ട്രാക്കിൽ കൂടെയാണ് പോകേണ്ടത്? നമുക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വെച്ചാൽ പോലും ഇവന്മാര് സൈഡ് തരില്ല, പോലും മൈൻഡ് ചെയ്യൂല. 2 സ്ഥലത്തും ഇവരുള്ള സൈഡുകൾ ഉണ്ടാവും. അതിലാണ് നമുക്ക് കേറാൻ പാട്. നമുക്ക് എന്തെങ്കിലും കുക്കിങ്ങിന് എന്തെങ്കിലും സാധനം കിട്ടിയോ നോക്കണല്ലോ. കിട്ടുമോന്ന് നോക്കണമെന്ന് നോക്കി പോവാം. ഇതാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ സാഹചര്യം. അവിടെ ലോറി ഇവിടെ ലോറി. നമ്മളിങ്ങനെ ചേട്ടേ ഈ വണ്ടിക്ക് ഒരു ചെരുവുണ്ടോ? നല്ല രീതിയിൽ ചെരുവുണ്ടല്ലേ? അത് ഇവരെല്ലാം കേറുന്ന ഈ സ്പീഡ് ലൈനിലേക്കാണ്. വേമ്പോ ഇവരൊരു 10-40 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ 10-60 കിലോമീറ്റർ സ്പീഡിൽ കൂടുതലൊന്നും പോവില്ല, പോകാൻ പാടുമില്ല. അതെ, അത് ശരിക്കും നല്ല പെറ്റി അടിച്ച് കിട്ടുകയും ചെയ്യും. അത് ശരിക്കും പെറ്റി അടിപ്പിക്കണം, എങ്കിലേ ഇവന്മാരൊക്കെ പഠിക്കുള്ളൂ. ഇത് പക്ഷെ ഇങ്ങനെ എന്താണോ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട് പറയാനുണ്ടീ. അങ്ങനെ നമുക്ക് ചിക്കൻ കിട്ടിട്ടോ. അപ്പൊ നമുക്ക് ഇനി കുക്കിങ്ങിന് വേണ്ടി മേച്ചിൽപ്പുറം തപ്പി പോവാ അല്ലേ? അങ്ങനെ ഓവർ തപ്പാനൊന്നും സമയമില്ല. കാരണം 12 മണിന്റെ 12:30 എങ്ങാണ്ട് ആവാനായി. പെട്ടെന്ന് എവിടെയെങ്കിലും നിർത്തണം. ഓവർ തപ്പി പോയിക്കൊണ്ടിരുന്ന കുക്കിംഗ് ഉണ്ടാവില്ല. വിശക്കൊന്നും ഉണ്ട്. രാവിലത്തെ പൂരി അങ്ങോട്ട് ശരിയാവാത്തോണ്ടേ സുഖല്ല. അതായത് നമ്മുടെ ഇന്ന് എല്ലാവിധ സാധനവും ഉണ്ട്. അതെ, ഓൾമോസ്റ്റ് നമ്മളെ നശിച്ചു പോവാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സവോള നശിച്ചിട്ടില്ല, അതുണ്ട്. പിന്നെ വെളുത്തുള്ളി ഓൾറെഡി ഉണ്ടല്ലോ. ഇനി ഇഞ്ചി കഷ്ണം ഉണ്ട്. ചിക്കൻ അത് മതിയല്ലോ. തക്കാളി ഒന്നും വേണമെന്നൊന്നും ഇല്ല. വലിയ പമ്പാണല്ലോ, ജീവന്റെ അല്ലേ? വലിയൊരു പമ്പാട്ടോ. നമ്മള് പെട്രോൾ അടിക്കുകയും ചെയ്തു. 2 രൂപ കുറവുണ്ടായിരുന്നു. 2 രൂപ കുറവുണ്ട്. അത്യാവശ്യം നല്ല വലിയ പമ്പുമാണ്. 104-ന്ന് 2 പോയ 102 രൂപയ്ക്ക് അടിക്കായിരുന്നു. എപ്പോഴും നമുക്ക് മണ്ടത്തരാം. എപ്പോഴും നമ്മള് മണ്ടന്മാരായിട്ടിരിക്കും. ഇത് വല്ല പട്ടാൾക്കാരുടെ എന്തോ ആണെന്ന് തോന്നുന്നല്ലോ. ക്യാമ്പ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. കുഞ്ഞാറ്റ് തുടങ്ങും വീഡിയോ എടുക്കരുതെന്ന്. നമുക്ക് സ്ഥലം തപ്പി പോവാ ഇനി. ഇവിടെ ഇറങ്ങിയപ്പോ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി. അവിടെ പണി നടക്കുന്ന എന്താ അറിയോ? മറ്റേ വലിയ റോഡ് വന്നോണ്ടിരിക്കുകയാണ്. മേളിലൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ആ താഴെ കൂടി ഉള്ളത് ഇപ്പൊ ഇതല്ല, നമ്മളിപ്പോ കഴിഞ്ഞില്ല. അപ്പൊ ആ താഴെ കൂടി ഉള്ളത് ഒരു സർവീസ് റോഡ് ആവുമെന്ന്. അതാണ് അതിന്റെ പണി നടക്കുകയാണ്. കോഴിക്കട ചെന്നപ്പോ ആ ചേട്ടന്റെ ഇത് കിട്ടിയതാ. ന്യൂസ് കിട്ടിയതാ. ഏഷ്യൻ ഹൈവേ 43 കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിട്ടോ. ഞങ്ങൾ ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ? അതെ, ഗ്യാസ് ആദ്യം എടുത്തു വെക്കണ്ടേ. ആദ്യം നമുക്കേ ചോറങ്ങ് വെക്കാം. ചിക്കൻ പിന്നെ പെട്ടെന്ന് ആയിക്കോളൂല്ലോ. ചിക്കൻ എന്നിട്ട് കുക്കറിൽ തന്നെ വെക്കുവാണോ? അല്ല, ചിക്കൻ ആദ്യം വെച്ച് മാറ്റുവാണെങ്കിൽ ചോറ് കുക്കറിൽ ഇരുന്നാ പോരെ? അല്ലേ സേഫ്? ആദ്യം ചിക്കൻ വെച്ച് മാറ്റാം. എന്തേ കത്തുന്നില്ലേ? ഓണാണല്ലോ ഗ്യാസ്. നമ്മള് മസാല ചിക്കനിൽ തൂത്തി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിലേ മസാല തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? ഭീകരനെ കൊണ്ടുവന്നേ പട്ടാളക്കാരുടെ വണ്ടിയാണല്ലോ, മിലിറ്ററി. അപ്പൊ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മളിപ്പോ കുറച്ചായി നമ്മൾ കുക്ക് ചെയ്തിട്ട്. കുറേ ദിവസമായി. ആന്റീൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല. അതെ, അതിന് മുന്നേ നമ്മൾ കുക്ക് ചെയ്തോ? ഇല്ല, ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. നമുക്ക് നാടൻ ചിക്കൻ കറിയും ചോറും. വെള്ളം പോയ മുത്തേ? പോയി. നമ്മുടെ വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അല്ലേ? അതൊരു പോരായ്മയാണ്. അത് വല്ലാത്തൊരു പോരായ്മയാണ്. നമുക്ക് വെച്ചാൽ ഒരു ഇൻഗ്രീതി കിട്ടൂല. എന്നാലും സാരില്ല,
നമുക്ക് മലയാളികൾക്ക് കൊളസ്ട്രോൾ ഇല്ലാണ്ട് ഒരു ജീവിതം ഇല്ലല്ലോ. ഇല്ല 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 ഇല്ല. ചൂടായോ? ചൂടായില്ലായിരുന്നു. വർത്താനത്തിനിടയിൽ അങ്ങ് ഇട്ടുപോയി. ഹായ്. ഭാഗ്യം. എണ്ണ ചൂട് പോലും ആയില്ലല്ലോ ഓടി കോപ്പേ. 2 പട്ട ഇട്ടാലോ? പട്ട ഇതിലേക്ക് ഇടരുത്, ആ ചിക്കനിലേക്ക് ഇട്ടാൽ മതി, അതിന്റെ ടേസ്റ്റ് കിട്ടിക്കോളും. അല്ല ചുമ്മാ ഈ എണ്ണക്കകത്തേക്ക് ഇട്ടാലോ? എണ്ണക്കകത്തിട്ട് അത് കരിയില്ലേ? ഓഹ്, വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷേ ഈ പൂക്കൾ നോക്കൂ, കണ്ടോ, ഒരു ചുമന്ന പൂക്കള്. ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂർ ഇങ്ങനെ റോസിൽ പൊതിഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞില്ലേ? ആ, ഒരു തരം റോസ് പൂവാണ് ബാംഗ്ലൂരുള്ളത്. അതുപോലത്തെ വേറെ ടൈപ്പ്. ഇത് വേറെ. ഹായ്, പൊട്ടാൻ തുടങ്ങി. അപ്പൊ എങ്ങനെ ഇട്ടാലും ആശാൻ എന്തായാലും പൊട്ടും. അത് പിന്നെ ഒരു ഗുണമുണ്ട്, എണ്ണ ചൂടായില്ലേ ആശാൻ പൊട്ടിക്കോളും കേട്ടോ. ഇതിനെ വീണതായി ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. എന്താ ചൂടുകളെ പൊന്തി. ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നതിന്റെ ഓരോ പൊട്ടത്തരങ്ങൾ, ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന്റെ ഓരോ പൊട്ടത്തരങ്ങൾ. നമുക്കേ ഇതിലേക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിക്കണം. അതും കൂടി ഒന്ന് ഒഴിച്ചാലോ? ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. മല്ലയ്യ ചേട്ടൻ ഇതെല്ലാം ചെയ്യുന്നതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പാനി ഉണ്ടോന്ന് ചോദിച്ചേ. ഇവിടെ വായിൽ മുറുക്കാനുണ്ട്, അത്രേ ഉള്ളൂ. വായിൽ മുറുക്കാനുണ്ട്, അത് കളയണം. അതിവിടെ സഹജമായിട്ടുള്ള കാര്യമില്ല ചേട്ടാന്ന്. പുള്ളി എന്താ പറയാ, ഗ്യാസ് കുറ്റിയായിട്ട് പോവുമായിരുന്നു, അപ്പോഴാണ് നമ്മളെ കാണുന്നത്. അപ്പൊ പെട്ടെന്നൊന്ന് അപ്പൊ പിള്ളേര് കൊച്ചൊക്കെ ഉണ്ട് പറഞ്ഞപ്പോ പുള്ളിക്ക് ഹാപ്പി. പുള്ളിയുടെ പേരെന്താ? आपका नाम क्या है? मेरा नाम है सचिन दवा है। सचिन सचिन धवन, मराठा महाराष्ट्र। हाँ. ഞങ്ങളിവിടെ ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വന്നേ. अपना इधर जलसा ढाबा है सामने। ചേട്ടൻ പോയോ? ചേട്ടൻ പോയി. എന്താ പറഞ്ഞേ? ചേട്ടൻ നമ്മളിങ്ങനെ ട്രോളിയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പോഴേ എന്താ സംഭവം എന്നറിയാമെന്ന് പെട്ടെന്ന് നിർത്തിയതാ. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ ചാനലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം, ഇങ്ങനെ ബെഡൊക്കെ ചെയ്ത് കിടക്കുന്നൊക്കെ കണ്ടപ്പോഴേ. അതാണ് അതിനെപ്പറ്റി പറയാ. നമ്മളൊരു ഹൈവേ തന്നെയാണ് കേട്ടുള്ളത്. ഹൈവേന്റെ നമ്മുടെ ഒരു ഹൈവേ അല്ല, NH44. NH44 ഓരത്ത് സർവീസ് റോഡില് ഓരത്താണ് നമ്മള്. വേറെ വഴിയില്ല ഇവിടെ കുക്ക് ചെയ്യാൻ, വേറെ വഴിയില്ല. ഇവിടെ ഇച്ചിരി തണലുള്ള ഇങ്ങനെ ഒരു മരം കിട്ടി, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നാണ് കേട്ടോ. അവിടെ ഒരു ബൈക്ക് ഇടിച്ചു കേട്ടോ. ബൈക്ക് ഇടിച്ചു ഒരു പട്ടി കുറുകെ ചാടിയതാണേ. അപ്പോൾ ആ ചേട്ടന്മാരവിടെ വീണു കേട്ടോ. ബൈക്ക് കൊണ്ടായിരുന്നു, 2 പേരും അവിടെ ഉരുണ്ടിട്ട് വീണു. അപ്പോൾ ചേട്ടൻ അവിടേക്ക് നോക്കാൻ വേണ്ടി പോയേക്കുക കേട്ടോ. നിങ്ങളങ്ങ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരവിടെ മലന്നടിച്ചൊരു വീഴ്ച. എന്താ പറ്റിയേ? ഒന്നുമല്ല. എന്താ സംഭവം എന്നറിയോ? ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു, അത് ഞാൻ കണ്ടതാ. ഒരു പട്ടി കുറുകെ ചാടിയതാ. പുള്ളിന്റെ കാലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, താടീന്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് ചോര ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പൊ കാറുകാരും നിർത്തിയായിരുന്നു. അപ്പൊ ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. 2 പേരുണ്ട്. ആശുപത്രി പോകാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, പോകുന്നേ ഇല്ല. അവരെന്താ വെയിറ്റ് ചെയ്ത് ആരെയും വിളിച്ചിട്ടുണ്ട് വരാൻ വേണ്ടി, പക്ഷെ ആശുപത്രി പോണില്ല. കാലൊക്കെ ഭയങ്കരമായിട്ട് മുറിഞ്ഞേക്കുന്നു. മാലു പൈസ എന്താ അറിയില്ല. ആയോ? അത് മാറ്റിയിട്ട് നമുക്ക് ചോറ് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിപൊടി. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി വെള്ളം കൂടി പോയി. ചാറ് അല്ല, അത് കുക്കറി വെക്കുന്നതിൻ്റെ സ്വാഭാവികം. കുറച്ചൊക്കെ ഇരുന്നാൽ അത് റെഡി ആയിക്കോളും. അല്ല, ഇനി അരി എടുത്താലോ? ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ്, ആ പട്ടിക്കെട്ട് വന്നിടിച്ച് ചേട്ടന്മാരുടെ കയ്യും കാലൊക്കെ മുറിഞ്ഞു. ആ പട്ടീൻ്റെ പാട്ടിന് ഏറ്റുപോയി. ഒരു കുഴപ്പമില്ല, ഒന്ന് കരയുക പോലും ചെയ്തില്ല. എന്ത് പട്ടിയത്? ചില പട്ടികൾ അങ്ങനെയാണെന്നല്ലേ, എത്ര എറിഞ്ഞാലും പഠിക്കില്ല. വെന്തോ എറിയുന്നവര് മടുക്കുക അല്ലാണ്ട് പട്ടി മടുക്കില്ല. വെന്തു ഞാൻ വെന്തോ നോക്കിയില്ല, ഉപ്പുണ്ടോ നോക്കിയതാ. ഉപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് വേഗം ചോറും കൂടി വെക്കാം കേട്ടോ. ചേട്ടൻ കുറെ നേരമായിട്ട് നിന്ന് സൂഹിക്കുന്ന കണ്ടോണ്ട് എന്തെങ്കിലും ഒരു പണി. ഞാൻ അവരെ സഹായിക്കാൻ പോയില്ലേടി. വായ പിടിച്ച് വെള്ളേക്ക് നോക്കിക്കായിരുന്നല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ, ആ കാറിൽ വന്നവരെന്താന്നറിയോ, ഫുള്ള് സെറ്റപ്പായിട്ട് ടാക്സിക്കാറാ. ഡെറ്റോളൊക്കെ എടുത്ത് കാലൊക്കെ അങ്ങ് ഇതാക്കി തുടച്ച്, വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് തുടച്ച് കാലപ്പം തന്നെ കെട്ടി അങ്ങ് വിട്ട്. താടിയിൽ നല്ല മുറിവുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. താടിയിൽ നല്ല മുറിവാ. ഹെൽമെറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ പാചകം കഴിഞ്ഞ് ചോറും വെന്തു. ഈ ടീം എന്താ ഇവിടെ കാണിക്കുന്നത്? അതിലിരിക്കാനാണോ? ആൻസി എങ്ങനെയുണ്ട് ചിക്കൻ കറി? ആഹാ, കുറുകിയോ?
കുറുകി. കരൾ എൻ്റെ ആണേ, അല്ലെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് വേണോ കരൾ? അവള് തിന്നില്ലായിരിക്കും. ആൻസി കഴിയോ? അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിക്കാണ്ട് വഴിയില്ലല്ലോ അല്ലേ? കാല ഇഷ്ടം? കാലുണ്ട് കേട്ടോ. ആൻസി ആ വിളമ്പൊന്ന് നിർത്തിയിട്ട് ടേസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ. ഇപ്പൊ പറയാവേ. ചൂടാ, എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടാ. ആണോ? ഇനി ടേസ്റ്റ് പറ ആൻസി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളൂല്ലേ? നമ്മുടെ സാധാ മസാല വെച്ച് വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എളുപ്പപ്പണിയാണല്ലോ എന്ന് വിചാരിച്ച് വേറൊരു മസാല ഇട്ട് മിക്സ് ആക്കി അങ്ങ് വെച്ചതാ. 5 ദിവസം കൊള്ളില്ല. കൊള്ളൂല. നമ്മൾ ആൻറ്റീൻ്റെ അടുത്ത് വെച്ചിട്ടും അതും കൊള്ളിയല്ലായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കമർപ്പ് ചവയൊക്കെ. വേറെന്തൊരു ചവ കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട. നശിച്ചു പോയോ ഇനി ഇത്? ഏയ് അങ്ങനെ നശിക്കുന്നു. കനച്ചോ പോലെയൊക്കെ ചവ ഫീൽ ചെയ്യാം. ഇനി മസാല കനച്ചു പോയോ? അങ്ങനെ കാണിക്കൂലല്ലോ, സാധനം എക്സ്പയറി ഡേറ്റ് ഉള്ളതല്ലേ. എന്നാലും സാധനം അബദ്ധമായി. എന്തായാലും നമുക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് കഴിച്ചായിട്ടങ്ങ് പോവാം. പിന്നെ ഞങ്ങളിങ്ങനെ നിന്നപ്പം കരിക്കും വണ്ടി പോകുന്ന കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു 3 കരിക്ക് വാങ്ങാന്ന്. അങ്ങനെ വണ്ടി കേട്ടോ. കരിമ്പ് ജ്യൂസ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞേക്കെ. പ്ലെയിൻ മതി പ്ലേസ്. ഇതിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവുക കേട്ടോ. നമുക്ക് 3 കരിമ്പ് വാങ്ങാം അല്ലേ? ഇത് കണ്ടോ, അടിപൊളി വണ്ടിയല്ലേ? 4 ടയറും ഉണ്ട്. 4 വീലാണ് സാധനം. നമ്മുടെ ബേക്കിൽ വേറെ മോട്ടർ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ മോട്ടറിലാണ് ഓടുന്നത്. കൊള്ളാം. ഓഫാവോ? ഇല്ല. അടിപൊളി. കൊള്ളാമല്ലേ ആൻസി? ആൻസി കൊള്ളാം അല്ലേ? വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സഞ്ചരിക്കുന്ന കരിമ്പോടാ. മേളിലിരിക്കുന്നത് നല്ല മധുരമുള്ളതാണല്ലോ. കൊള്ളാം അല്ലേ? അപ്പോൾ നമ്മൾ കരിമ്പൻ ജ്യൂസ് കുടിച്ച് ചേട്ടൻ പോവുകയാണ്. ചേട്ടൻ അറിയാൻ നാളെ കിട്ടും. വണ്ടി നോക്ക്, കൊള്ളാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുഞ്ഞാറ്റ ആൻസി ഇവിടെ ഉണ്ട്. കുഞ്ഞാറ്റ ആൻസി കിടക്കാനുള്ള കാരണം ആൻസിക്ക് ചെറിയൊരു തലകറക്കവും വയറുവേദനയൊക്കെ ആയിട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് നിർത്തിയതാണ്. അല്ല, അതുകൊണ്ട് ആൻസി ഒന്ന് ബേക്കി കിടന്നതാണ്. അപ്പോൾ നമുക്ക് വല്ല പോവാല്ലേ ആൻസി? ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുള്ള് പരുത്തി കേട്ടോ. നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയപ്പോൾ കൂടുതൽ കണ്ടൊരു കൃഷി പരുത്തിയാണ്. പരുത്തി. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇതൊന്ന് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. കാരണം ഇത് കണ്ടോ, 2 ആൾക്കാർ നല്ല ഉറക്കമാണ്. അപ്പോൾ പിന്നെ ഞാൻ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മെല്ലെ വിടാം. അങ്ങനെ ഞാൻ ഉറക്കമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര വയറുവേദന, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയേ. കുഞ്ഞാറ്റ അതുപോലെ തന്നെ നല്ല ഉറക്കം കേട്ടോ. ഇതുണ്ടോ, പൊതുപ്പൊക്കെ പൊതിച്ച് നല്ല ഉറക്കാണ്. അതെ. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് മലയാളികളൊക്കെ കണ്ടല്ലേ? മലയാളി ചേട്ടന്മാരെ. ലോഡ് വണ്ടി ആയതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല. അവര് നിർത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ അങ്ങനെ ഞാൻ അവരെ കണ്ടത് പിന്നെയാണ് അറിഞ്ഞത്. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ പിന്നെ ആൻസി ഒരു കാര്യം ആലോചിച്ചേ. ഇത് ഫെബ്രുവരി അല്ലേ? 28 വരെയല്ലേ ഉള്ളൂ. 28-ാം തീയതി വരെ ഉള്ളല്ലോ അല്ലേ? മാർച്ച് നമുക്ക് 2-നും 3-നൊക്കെ ആയിട്ട് പോയിട്ട് നമുക്ക് കൊച്ചിന്റെ അഡ്മിഷൻ എടുക്കണം. 2-3 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുമോ? ഇനിയിപ്പോ എത്തലൊക്കെ എത്താൻ കുഴപ്പമൊന്നുമില്ല. അടിച്ചു പിടിച്ച് പോകേണ്ടി വരും. ഇതേപോലെ പോയാ എത്തുവോ? നൈറ്റ് ഓടിക്കണമെന്നേ ഉള്ളൂ. ഫെബ്രുവരി 28 ഉള്ളൂ. നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? അല്ല, അങ്ങനെയല്ല, ഞാനത് ഓർത്തില്ല. നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഡേറ്റുകൾ അങ്ങനെ എപ്പോഴും ഓർത്തില്ല. ഈ പഞ്ഞി ഉണ്ടല്ലോ, ആ പഞ്ഞി റോഡ് സൈഡിൽ കൂടെ എന്തോരം കിടക്കുന്നല്ലേ? അത് വിറ്റാൽ തന്നെ നല്ല പൈസ കിട്ടുമല്ലോ. അത് നമുക്ക് പിറക്കി വിറ്റാലോ? നല്ലൊരു കാര്യം. കുറച്ച് കടങ്ങളൊക്കെ തീർക്കാം. എവിടെ കൊണ്ടായി വിൽക്കണോ അതറിയില്ല. അതാണ് പ്രശ്നം. അതും കൊണ്ട് ചിലപ്പോൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ തോട്ടം എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ബബോക്ക് മനസ്സിലാവും നമ്മൾ കട്ടതാണ്. അപ്പൊ അടി വേറെ സ്പെഷ്യൽ കിട്ടും. വെറുതെ നമ്മളിപ്പോ ഈ റോഡ് മാത്രം കാണിക്കുന്ന എന്താന്ന് പലരും പിന്നീടും ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളത് പിന്നീടും പറയാണ്. നമ്മുടെ കൊച്ചിന്റെ അഡ്മിഷൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വേഗം പോകുന്നത്. പിന്നെ നാഗാലാൻഡ് ആയിരുന്നു നമ്മുടെ ലക്ഷ്യം. നാഗാലാൻഡ് നമ്മൾ കാണിച്ചു. നാഗാലാൻഡ് നമുക്ക് പോകണമെന്നുണ്ടായിരുന്ന മെയിൻ സംഭവം നാഗാലാൻഡ് മാർക്കറ്റ് തന്നെയായിരുന്നു. അതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യവും. അപ്പൊ അതെല്ലാം നമ്മള് കണ്ടു. അതിന്റെ കൂടെ നമ്മള് നാഗാലാൻഡ് എന്ന് പറഞ്ഞ ലക്ഷ്യത്തിന്റെ കൂടെ നമ്മള് പോയി മേഘാലയയിൽ നമുക്ക് അല്ലാതെ ശരിക്കും മഴ സമയത്താണ് പോകണ്ടേ. പക്ഷെ വേറൊരു കാര്യം, മഴ സമയത്ത് എപ്പോഴും മണ്ണിടിച്ചിലും അത് ഇത് പ്രശ്നങ്ങള്, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്ന സമയം. പക്ഷെ അപ്പൊ കാണാനാണ് ഭംഗി എന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ കണ്ടു അല്ലേ? മൊത്തം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ? ഇത്രയും പൊട്ടിയിട്ടും ഇത് ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും? ഒരു പിടുത്തവും ഇല്ല. ഇനിയിപ്പോ അത് നാശായോ? നാശായിട്ടോ? നല്ല തൂ വെള്ളയാണോ? എല്ലാം
അങ്ങറ്റം വരെ ഇതുപോലെ പൊട്ടി 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 നിൽക്കുക. ഇനി വില കുറഞ്ഞപ്പോ ഇവര് പറിക്കാത്ത അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊറേയൊക്കെ പറിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ അങ്ങനെ കിടക്കുക. അങ്ങനത്തെ കുറേ തോട്ടങ്ങളാണ് ഇവിടെ. കൂടുതലും മഹാരാഷ്ട്ര കയറിയപ്പോ നമ്മൾ കൂടുതൽ കാണുന്നത് പരുത്തിത്തോട്ടം. നല്ല നല്ല മല അതിന്റെ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ആ ഒരു മൊത്തത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി. റോഡ് സൈഡിലൊക്കെ കൊറേ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് അടുത്ത സംസ്ഥാനം കയറാണ് കേട്ടോ. തെലുങ്കാന കയറാൻ വേണ്ടി പോവാണ്. ഏത് കുഞ്ഞെ? പൊങ്കോ അല്ല, ഞാൻ അമ്മയ്ക്ക് അറിയില്ല. ഇരുട്ടായി തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഒരു 7 മണിയുടെ അടുത്തായിട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ചധികം ദൂരം ഓടാമെന്ന് വിചാരിച്ചേ. ലേറ്റായി, എന്നാലും വേണ്ടിയില്ല. പിന്നെ കുഞ്ഞാറ്റേനെ സ്കൂളിലൊക്കെ ചേർത്തേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം സ്പീഡിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈവേ തന്നെ ആയതുകൊണ്ട് നമ്മളിന്ന് കുറച്ചധികം ഓടാമെന്ന് വിചാരിച്ചു. അല്ലേ കുഞ്ഞാറ്റേ? അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഹൈദരാബാദ് ലക്ഷ്യം വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 350 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ ഹൈദരാബാദ് എത്തുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ പറ്റുന്നത്രയും പോയിട്ട് ഉറക്കൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നിർത്താന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോട്ടിൽ നന്നായിട്ട് വണ്ടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഞങ്ങൾ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചു പറഞ്ഞു, ഹൈദരാബാദ് വരെ ഒന്നും അല്ല, അവിടെ നിന്ന് തിരിച്ചു പോകുന്നതൊന്നും രാത്രിക്ക് വണ്ടി ഓടിക്കുന്ന വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ 7 മണി ആയിട്ടേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 9 മണി വരെയൊക്കെ ഞങ്ങൾ ഓടിക്കുള്ളൂ കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ടിലിങ്ങനെ വണ്ടി ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പകലിനേക്കാളും കൂടുതൽ ഓടിക്കാൻ പറ്റുന്നുണ്ടല്ലേ? എനിക്കൊന്നിപ്പം അധികം വണ്ടികൾ ലോറിക്കാർ മാത്രമാണ് കുറച്ചുള്ളൂ. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലാണ്ട് വണ്ടി ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ പോണ വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് എങ്ങനെ തിരിച്ചറിയാം? ഇതൊരു കഴിവാണ്. ആ ലൈറ്റ് അതിനു വേണ്ടിയാണ് അവർ പിടിപ്പിച്ചേക്കുന്നത്, അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ. പോലീസ് പെട്ടെന്ന് നോക്കുമ്പോ കിട്ടരുത്. ബുദ്ധിപരമായിട്ടുള്ള നീക്കം. പക്ഷെ ഇവിടെ ഒന്നും രാത്രിക്ക് അവിടെ ഒരു സ്ഥലത്തും പോലീസ് അങ്ങനെ കൈ നിക്കുന്നതായിട്ട് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ. തെലങ്കാനയിലാണല്ലോ നമ്മളിപ്പോ, എവിടെയും കണ്ടിട്ടില്ല. 9 മണിയാവാൻ പോവാ. സാധാരണ രാത്രിക്കാണ് ഇവന്മാർക്ക് ചാകര. ഞാൻ പണ്ട് ലോറി പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് കറക്റ്റ് അറിയാം, രാത്രി ആകുമ്പോഴാണ് അവന്മാര് റോഡിലിറങ്ങി ഒരു വടിയായിട്ട് നിൽക്കും. ഞങ്ങനൊക്കെ പോകുന്ന സമയത്ത് 20 രൂപ കൊടുത്താലും മതി. അത് മാറിയിട്ടുണ്ടാവും. 100 രൂപയും കൊടുക്കണം. 10 വണ്ടി വന്നാൽ 100 രൂപ എന്ന് പറയുമ്പോഴേ എത്ര രൂപയാവുന്ന ആലോചിക്കണം. ശമ്പളത്തിന്റെ കൂടെ കിമ്പളം കൂടെ കിട്ടുമല്ലേ. അങ്ങനെ ഞങ്ങള് ഹൈദരാബാദ് എത്തുന്നതിന് കുറച്ചൊരു ദൂരം പുറത്ത് അല്ലേ, ജസ്റ്റ് 100 കിലോമീറ്റർ. അത്രയും ദൂരം മുന്നേ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് പമ്പിൽ ഞങ്ങൾ കുറേ സ്ഥലത്ത് ചോദിച്ചു, എവിടെയും തെലങ്കാന കയറിയ പിന്നെ ആരും സമ്മതിക്കുന്നില്ല. അപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തി. കുഞ്ഞാറ്റ് നല്ല ഉറക്കാണ്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നോടം വരെ ബൈ.